ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മൾ സ്റ്റാർ അനീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ചിക്കനാണ്. അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലേശം ഉപ്പ് ഇട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാം. ഞാനൊരു 2 വിസിലാണ് ഞാൻ അടുപ്പിച്ചെടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നന്നായിട്ട് നമുക്ക് വാടി കിട്ടും. നന്നായി വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഹോൾ സ്പൈസസ് ആദ്യം ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പം ഞാൻ അത് കാരണമാണ് ഇടയിലിട്ടേക്കുന്നത്. നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം തന്നെ ഹോൾ സ്പൈസസ് ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ഈ സവോള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അത് നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനും സാധനങ്ങളും ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ നമ്മൾ ഒഴിച്ച് കൊടുക്കുക. അതിലിട്ടിട്ട് ഈ നമ്മൾ കുക്കറിൽ വേവിച്ച സാധനങ്ങൾ ഒന്നും കൂടി അതിൽ വേവിച്ചെടുക്കുക. കുറച്ച് കുരുമുളക് പൊടിച്ചത് അതിലേക്ക് ഒന്ന് തൂവി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി തിളച്ച് നമുക്ക് പാകത്തിനുള്ള ഒരു ചാറിൻ്റെ കുറുക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ 1ാം പാലും കൂടി ഒഴിച്ച്, പിന്നെ തീ കത്തിക്കരുത്, തീ ഓഫ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഇനി ഉപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കുക. അതേപോലെ അതിലേക്ക് കുറച്ച് വറുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡിയായി. ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്